ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനവും ധ്യാനവും മനനവും വ്യക്തിജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും പ്രേരകവും ശക്തിയുമായി മാറട്ടെ എന്ന് ആമുഖമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 22-ാം സങ്കീർത്തനമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 22-ാം സങ്കീർത്തനം 14-ഉം 15-ഉം വാക്യങ്ങൾ. ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അത് ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 22-ാം സങ്കീർത്തനത്തിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഗതിവിഗതികളുമൊക്കെ വ്യത്യസ്തമാണ്. പരാതി തോന്നുന്ന രീതിയിലുള്ള പരിഭവങ്ങളും അതിനുള്ള സ്വയം മറുപടികൾ പറഞ്ഞ് തൃപ്തിയാകുന്ന അവസ്ഥയും വീണ്ടും ചില സംശയങ്ങൾ ചോദിക്കുന്നതുമായി ഈ അധ്യായം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദൻ കൂടുതൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കുവാനും പഠിപ്പിക്കുവാനും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനം, നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ സങ്കീർത്തനമായി ധ്യാനമായി വ്യാഖ്യാനിക്കപ്പെട്ട സങ്കീർത്തനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സങ്കീർത്തനക്കാരനായ ദാവീദ് വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുത്തി മനുഷ്യാവതാരം ചെയ്ത കർത്താവിനോട് ചേർന്ന് തൻ്റെ കുറ്റിയിൽ ഉരുവാകാനിരിക്കുന്ന തമ്പുരാനോട് ചേർന്ന് ധ്യാനിച്ച ഒരു സങ്കീർത്തനം. തൻ്റെ പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും മനുഷ്യാവതാരം ചെയ്ത കർത്താവുമായി ചേർന്ന് ധ്യാനിച്ചപ്പോൾ ഈ അനുഭവങ്ങൾ എൻ്റെ രക്ഷകനും അനുഭവിക്കുവാൻ പോകുന്നു എന്ന് മനസ്സാലെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഭവിച്ചറിഞ്ഞ് സാക്ഷിച്ച ചില നിദർശനങ്ങൾ ഇതെല്ലാം ഈ സങ്കീർത്തനത്തിലുണ്ട്. 22-ാം സങ്കീർത്തനത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ ഹൃദയപൂർവ്വം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇവിടെ വീണ്ടും മനുഷ്യ മനസ്സിൻ്റെ വേദനകളുടെ ഒരു തലം ഉയർത്തി കാണിക്കുകയാണ്. ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അത് ഉരുകിയിരിക്കുന്നു. അപ്പം ഇവിടെ രണ്ട് പ്രതിബിംബങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒന്ന്, വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു, ഹൃദയം മെഴുകുപോലെയായി. വെള്ളവും മെഴുകും പ്രതീകാത്മകമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ അതിലുണ്ട്. നമ്മളിത് വ്യർത്ഥമായി വായിച്ചു വിടേണ്ട സംഗതിയല്ല, ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞതുപോലെ സങ്കീർത്തനം ദാവീദിൻ്റേതാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതവും ഇതിനുമായിട്ട് താതാത്മ്യപ്പെടുത്തണം. ദാവീദിൻ്റെ ജീവിതഗതികളും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും നമ്മുടെ ജീവിതത്തിലെ വ്യക്തിഗതമായ അനുഭവങ്ങളുമൊക്കെ താതാത്മ്യപ്പെടുത്തി ചിന്തിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വേദവാക്യം വായിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങളായിട്ട് ഇത് മാറ്റപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു. വെള്ളത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹൈഡ്രജനും ഓക്സിജനും ചേരുന്നതാണ് വെള്ളം. വെള്ളത്തിന് പല തലങ്ങളുണ്ട്. ചൂടാക്കിയാൽ നീരാവിയാകും, തണുപ്പിച്ചാൽ ഐസാകും, ചെറിയ തോടായി ഒഴുകും, അരുവിയായി ഒഴുകും, മഴയായി പെയ്യും, ആലിപ്പഴമായി പെയ്തിറങ്ങും, വലിയ നദിയായും ആറായും തടാകമായും മാറ്റപ്പെടും, വലിയ കടലായി മാറ്റപ്പെടും. ശാന്തമായി കിടക്കുന്ന കടലിലും വെള്ളമുണ്ട്, വലിയ തിരയായി മാറ്റപ്പെടുന്ന അനുഭവത്തിലും വെള്ളമുണ്ട്. അപ്പം പല രീതിയിലുണ്ട്. ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു.
വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒഴുകി പോകുക എന്നുള്ളതല്ല. ഞാൻ വെള്ളം പോലെ ഒഴുകിയെന്നല്ല, എന്നെ വെള്ളം പോലെ ഒഴുക്കി എന്ന് വെച്ചാൽ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞില്ലയോ, വേഗത കൂടുന്നുണ്ട്, വേഗത കുറയുന്നുണ്ട്, ഘനീഭവിച്ചു പോകുന്നുണ്ട്, ദ്രവാവസ്ഥയിലായി തീരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലാണ്. ഇത് പറയുന്നത് വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു. വെള്ളം ഒഴുകുകയാണ്. വെള്ളം എവിടെ കൂടെ വേണേലും ഒഴുകാം. നല്ല നീരുറവയിലൂടെ ഒഴുകാം, കാട്ടിലൂടെ ഒഴുകാം, പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകാം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ ഒരു വശ്യ സൗന്ദര്യമാണ്. ചിലപ്പോൾ അപകടകരമായി മാറ്റപ്പെടാം. ദാവീദ് അവൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്, അയ്യോ ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെടുകയാണ്, യാതൊരു തടസ്സവുമില്ലാതെ ഒഴുകപ്പെടുകയാണ്, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുകയാണ്. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ, ഒരു കളിപ്പാട്ടം പോലെ ഞാൻ അങ്ങാക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെ ആക്കപ്പെട്ടെന്നിരിക്കും. പ്രതികരിക്കാൻ പറ്റാതെ പോകും, എതിർക്കാൻ പറ്റാതെ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും. പാറക്കിടയിലൂടെയും പോകണം, മുള്ളിൻ്റെ ഇടയിലൂടെ ഒഴുകണം, സമുദ്രത്തിലും ഒഴുകണം, തിരമാലകളാകാനും ചിലപ്പോൾ വിധിക്കപ്പെടും, സൗമ്യമായ തടാകത്തിലൂടെ ഒഴുകാനും വിധിക്കപ്പെടും. പല സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്ന വഴിത്താരകളുടെ വ്യത്യസ്തതയാണ്. ഞാൻ വെള്ളം പോലെ ഒഴുക്കപ്പെട്ടു, അതെ വെള്ളം പോലെ ഞാൻ പോകുകയാണ്. വെള്ളത്തിന് ജീവനില്ല, പക്ഷേ വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, അത് ജീവൻ തരുന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണം പ്രിയമുള്ളവരെ, അവനവന് ലഭ്യമായ ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വരച്ച് കാണിക്കുകയാണ്, ശക്തമായി എഴുതി കാണിക്കുകയാണ്. വാമൊഴിയായി മാത്രമല്ല, വരമൊഴിയായും കാണിക്കുകയാണ്. വെള്ളം പോലെ ഒഴുക്കപ്പെട്ട ഒരു വലിയ പ്രവാചകൻ, ഒരു നീതിമാൻ എനിക്കും നിങ്ങൾക്ക് മുൻപ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിവേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും കടത്തിവിടപ്പെട്ട ഒരനുഭവം നമ്മുടെ കർത്താവിനും സഹിക്കേണ്ടി വന്നു. നമ്മളൊക്കെ ഇന്നും ഒഴുക്കപ്പെടുന്നില്ലേ പ്രിയമുള്ളവരെ? ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ചുറ്റുവട്ടങ്ങൾ നമ്മളെ എത്തിക്കുന്നത്, സമൂഹം നമ്മളെ എത്തിക്കുന്നത്? ചില സമയത്ത് ചെളിവെള്ളമായി നമ്മൾ മാറ്റപ്പെട്ടിട്ടില്ലേ? ആ വെള്ളം ചെളിയായിട്ടാണോ? വെള്ളം കട്ട പിടിച്ചു പോയത് വെള്ളം അങ്ങനെ ആകാൻ ആഗ്രഹിച്ചിട്ടാണോ? തണുപ്പ് കൂടിയ പ്രതലത്തിലെത്തിയപ്പോൾ അതിന് കട്ടുപിടിക്കേണ്ടി വന്നു. ചൂടേറിയ പ്രതലത്തിലെത്തിയപ്പോൾ അതിന് ചൂടാക്കിയപ്പോൾ അതിന് നീരാവിയാകേണ്ടി വന്നു. കടലിൽ പ്രത്യേകമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതിന് തിരമാലയാകേണ്ടി വന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ചുഴിയാകേണ്ടി വന്നു. ചിലപ്പോൾ അനേകരുടെ മരണത്തിന് ഹേതുവാകേണ്ടി വന്നു. വെറുതെ കിടന്ന വെള്ളത്തിന് കടലിലൂടെ യാത്രികർ പോകേണ്ടി വന്നപ്പോൾ വള്ളം മുങ്ങി അനേകരുടെ മരണത്തിനും ഒരു ഹേതുവാകേണ്ടി വന്നു. ഞാൻ നിങ്ങളുമൊക്കെ പലപ്പോഴും ഇങ്ങനെ ആക്കപ്പെടാം, വെള്ളം പോലെ ഒഴുക്കപ്പെടാം. നമ്മളുടെ ഇഷ്ടത്തിനല്ലാതെ പകർന്നാടേണ്ടി വരും, പല വേഷങ്ങൾ കെട്ടേണ്ടത് വരും. ആ സാഹചര്യങ്ങളിലെല്ലാം പക്ഷേ പേരാർക്കാന്നറിയാമോ? നമുക്കാ. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ചെളിവെള്ളമെന്ന് പറയും, ചൂടുവെള്ളമെന്ന് പറയും, തണുത്ത വെള്ളമെന്ന് പറയും, ചുഴിയെന്ന് പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമ്മൾ ദൈവത്തിൻ്റേതാകണം, എൻ്റെ ദൈവത്തിൻ്റെ ജലമാകണം. ആ വെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ലോകം എന്നെ വെള്ളം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കിയാലും ചില സാഹചര്യങ്ങളിൽ ഞാൻ ശുദ്ധവെള്ളമാകും, കുടിവെള്ളമാകും. ചില സമയത്ത് നിർമ്മല ജലമായി മാറ്റപ്പെടും, കൗദാശിക കർമ്മത്തിൻ്റെ ഭാഗമാക്കേണ്ടി വരും. ചിലപ്പോൾ നിർമ്മലീകരിക്കപ്പെടുന്ന സ്നാനത്തിനുള്ള ജലമാകേണ്ടി വരും. ചെളിവെള്ളമായി പോകുന്ന വെള്ളം ചിലപ്പോൾ അല്പം കഴിയുമ്പോൾ ശുദ്ധീകരിക്കപ്പെടും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാനോ നിങ്ങളോ ലോകത്തിൻ്റെ ഗതിവിഗതികൾക്ക് അടിപ്പെട്ട് ഏതെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതിനുമൊരു മാറ്റം ഇന്നും നാളെയുമായിട്ടുണ്ടാകും. ഇന്ന് ചെളിയായി കിടക്കുന്ന വെള്ളം നാളെ ശാന്തമായ വെള്ളമാകും. ഇന്ന് ഉപ്പുവെള്ളമായി പരിണമിച്ചിരിക്കുന്ന വെള്ളം പോലും, കുടിക്കാൻ പറ്റത്തില്ലാത്ത വെള്ളം പോലും നാളെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നുപോയി ശുദ്ധജലമായിട്ട് മാറ്റപ്പെടും. ഇന്ന് അഴുക്കുവെള്ളമായി കിടക്കുന്നത് പോലും, മലിനജലമെന്ന് പറയുന്നത് പോലും നാളെ ശുദ്ധീകരിക്കപ്പെടും. പ്രത്യേകിച്ച് ശുചിമുറികളിൽ ഉപയോഗിക്കുന്ന വെള്ളം പോലും പട്ടണ പ്രദേശങ്ങളിൽ ശുചീകരിച്ച് മറ്റു പലതിനും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളം പോലെ ഞാൻ ഒഴുക്കപ്പെട്ടു. എങ്കിലും ആ ഒഴുക്കപ്പെട്ട വെള്ളത്തെയും എൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി ജീവൻ ഉത്ഭവിക്കുന്ന, ജീവനെ നിലനിർത്തുന്ന ഒരു അനുഭവമാക്കി മാറ്റപ്പെടണം. എൻ്റെ സമൂഹം എന്നെ അങ്ങനെ എടുത്തെറിഞ്ഞു, ഇങ്ങനെ മാറ്റിയെന്നല്ല പരാതിപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയായിട്ട് നമ്മൾ മാറ്റപ്പെടണം. ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടേണ്ട, വ്യർത്ഥമായ ആഗ്രഹങ്ങളും ആശകളും വേണ്ട. നാളത്തെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ആ ഒരു ജീവിതാവസ്ഥയോടെ വേദനയിലൂടെ കടന്നുപോയ വേദനകളെ ചിന്തിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രത്യാശാപരമായ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. വീണ്ടും പറയുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. ബന്ധം വിട്ട അസ്ഥി എന്ന് പറയുന്നതും ഒരു മെറ്റഫോറിക്കൽ യൂസേജാണ്. വെറുമൊരു ഉൽപ്രേക്ഷ മാത്രമല്ല, അതിലൊരു ഉപമാനം കൂടിയാണ്. ബന്ധം വിട്ട അസ്ഥികൾ. ബന്ധം വിട്ട അസ്ഥിയുടെ പ്രത്യേകത എന്താ പ്രിയമുള്ളവരെ? അസ്ഥിക്ക് അസ്ഥിയുടെ ഒരു ഘടനയുണ്ട്, അസ്ഥിക്ക് ഉറപ്പുണ്ട്. ശരീരത്തിനൊരു ഘടന നൽകുന്നത് ഈ അസ്ഥിയാണ്. അസ്ഥിക്കൊരു ചെറിയ പൊട്ടൽ വന്നാൽ ആകെ പ്രശ്നമാണ്. നമുക്ക് നേരെ നടക്കാൻ പറ്റത്തില്ല, കാല് കുത്താൻ പറ്റത്തില്ല. ഒരു ചെറിയ സ്ക്രാച്ച് പറ്റിയാൽ മതി, അവിടെയൊക്കെ നീരാകും. പിന്നെ പ്ലാസ്റ്റർ ഇട്ട് ഉറപ്പിക്കും. ദൈവം എത്ര അത്ഭുതാവഹമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഓരോ അവയവങ്ങളെയും അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അസ്ഥികളെ ചേർത്ത് നിർത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അസ്ഥി വേർപെട്ട് പോയി കഴിഞ്ഞാൽ, ബന്ധം വിട്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പില്ല, നിൽക്കാൻ പറ്റത്തില്ല, അതിവേദനയാണ്. അപ്പം നമ്മൾ പറയത്തില്ലേ, ശരീരം മൊത്തം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന, തകർത്തിക്കളയുന്ന വേദന. അതാണ് അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോണം, അതികഠിനമായ വേദന ഞാൻ അനുഭവിക്കുന്നു, ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്നു. പ്രിയമുള്ളവർ, ഇതൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മാറ്റിവിടണ്ട, സങ്കീർത്തന വാചകമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിവിടണ്ട. ഇതിനെ പല രീതിയിലെടുക്കാം. ഇപ്പോൾ ശാരീരികമായി പ്രശ്നങ്ങൾ നേരിട്ടവർക്കും പ്രാർത്ഥിക്കാം. പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് ശാരീരിക വേദനകളാണ്. അസ്ഥിക്ക് തേയ്മാനം വരുന്ന ഒത്തിരി പേരുണ്ട്, നടുവിന് വേദനകളുള്ള ഒത്തിരി പേരുണ്ട്, അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്, നടക്കാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്, വടികുത്തി നടക്കുന്നവരുണ്ട്, കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ വയ്യാത്തവരുണ്ട്, കോച്ചി പിടിക്കുന്നവരുണ്ട്, എഴുന്നേൽക്കാനേ വയ്യാതെ കിടക്കയിൽ തളർന്നു കിടക്കുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, എഴുന്നേറ്റ് നടക്കാമെന്ന പ്രതീക്ഷയിൽ മാസങ്ങളായി ചികിത്സയിലായിരിക്കുന്നവരുണ്ട്, തളർവാദം പോലെ അസുഖങ്ങൾ പിടിച്ചവരുണ്ട്, പാരലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചോണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള എല്ലാവർക്കും കൂടിയുള്ള ഒരു ഉപദേശം കൂടിയാണ്. അസ്ഥികളൊക്കെ ബന്ധം വിട്ടു പോയാലും, എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായാലും നമ്മൾ തളർന്നു പോകരുത്, ക്ഷീണിതരായി പോകരുത്. ശരീരത്തിൻ്റെ ഘടന നഷ്ടപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, ആമവാദം പോലെയുള്ള അസുഖങ്ങൾ വന്നാൽ പോലും, നമ്മളുടെ രൂപഭംഗി നഷ്ടപ്പെട്ടാൽ പോലും, ആർത്രൈറ്റിസും മറ്റും വന്ന് ഭാരപ്പെട്ടാൽ പോലും നമ്മൾ പരിഭവിക്കരുത്. കാരണം ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇതൊന്നും ഇന്നില്ലെങ്കിലും നാളെ ഇതൊക്കെ വന്നു കൂടായികയില്ല. ഇന്ന് പുഞ്ചിരിയോടും സന്തോഷത്തോടും ഇരിക്കുന്ന നമ്മൾക്കൊക്കെ ഇതൊക്കെ വരാം. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ആത്മീക തലം കൂടിയുണ്ട്. അസ്ഥികൾ ബന്ധം വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യജീവിതത്തിന് അനുയോജ്യമായ ആത്മീക ഭൗതിക ശക്തികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എല്ലായിടത്തും വേദനകളുടെ അനുഭവം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ സാക്ഷ്യം കൂടി സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്.
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയോടെ ഒരു അവസരമുണ്ടാകണം. ദൈവമേ, ശക്തി തരണം. ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണം തരണം. ആത്മശരീര മനസ്സുകളാം എന്നോടെ തിരുമുൽക്കാശകളേ, ശോഭ കലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. എന്നെ തന്നെ സന്നിധിയിൽ കാശയണപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ദൈവസാക്ഷിയായിട്ടും പ്രവാചകനായിട്ടും ഉപദേശിയായിട്ടും അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന് സാക്ഷിച്ച ഒരു പ്രവാചകൻ നമ്മളോട് പറയുന്നു, നിന്റെ അസ്ഥികൾ എത്ര ബന്ധം വിട്ടുപോയാലും അവൻ്റെ അസ്ഥികളൊന്നും ഒടിയപ്പെടത്തില്ല എന്നുള്ള പ്രവചനം തമ്പുരാനെ പറ്റി ഉണ്ടായിരുന്നതുപോലെ നിന്റെ ഭൗതിക അസ്ഥികൾ ഒടിഞ്ഞാലും മാനസികമായ തകർച്ചകൾ നിനക്ക് പറ്റിയാലും നിന്റെ ദൈവം നിന്നോടൊപ്പമുണ്ട്. അവൻ നിന്നെ ശക്തീകരിക്കും, ഉറപ്പുള്ള പാറമേൽ നിർത്തും. മൺമേലല്ല, ഉറപ്പുള്ള പാറമേൽ നിർത്തും, ശക്തീകരിച്ചിരിക്കും, ബലപ്പെടുത്തും. അതുകൊണ്ട് ഈ വാക്യം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിലത് ഉരുകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ പറഞ്ഞത് വെള്ളം പോലെ ഒഴുക്കപ്പെട്ടതിനെ പറ്റി പറഞ്ഞു, അസ്ഥികൾ ബന്ധം വിട്ടതിനെ പറ്റി പറഞ്ഞു. വീണ്ടും പറയുകയാണ്, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. മെഴുകുപോലെയാകുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനെ രൂപപ്പെടുത്തുന്നതാണ് മെഴുകിനെ. മെഴുകിനെ പല രീതിയിൽ ഉണ്ടാക്കാം. മെഴുകുപോലെയുള്ള വാക്സുകൾ മരത്തിൽ നിന്നെടുക്കാം, കറകൾ എടുക്കാം, ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കാം. മെഴുകിൻ്റെ പ്രത്യേകത വെള്ളത്തെ പോലെയല്ല, അത് ഒഴുകും, പക്ഷേ അതിന് കട്ടിയുണ്ട്. മറ്റു പല ഘടകങ്ങളും മെഴുകിലുണ്ട്. ഉപയോഗിച്ച മെഴുകിനെ പിന്നെയും പല രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാം. എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയെന്ന് വെച്ചാൽ അതും ഒരു നിരാശ പോലെ നമ്മൾ കരുതണ്ട. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഉരുകിത്തീർന്ന മെഴുക് വീണ്ടും അതിനെ രൂപപ്പെടുത്തിയെടുക്കാം. നമുക്കറിയാം, അതിന് ചൂട് കൂടുതലാണ്, അതിന് ഇച്ചിരിയുടെ തിക്നെസ് ഉണ്ട്. വെള്ളത്തേക്കാൾ തിക്നെസ്സാണ് മെഴുകിന്. അതിനെ ഏത് പ്ലാറ്റ്ഫോമിലോട്ട് മാറ്റുന്നുവോ, ഏത് കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുവോ അതിൻ്റെ രൂപം മെഴുക് പ്രാപിക്കും. മെഴുകിനെ ഉരുക്കി ഒഴിച്ചതിന് ശേഷം അത് ഉണങ്ങണം, കട്ടിപിടിക്കണം, അതിനൊരു സമയമുണ്ട്. മെഴുകുരുകി ഒരു ശില്പമാക്കാം, മെഴുകുതിരിയാക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിലോട്ട് മാറ്റിവിടാം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അസ്ഥികളൊക്കെ ബന്ധം വിട്ടാലും വെള്ളം പോലെ ഒഴുക്കപ്പെട്ടാലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഹൃദയം മെഴുകുപോലെയാകുകയാണ്. അത് ഉള്ളിൽ തന്നെ ഉരുകിയിരിക്കുകയാണ്. കട്ട പിടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല, അതിങ്ങനെ ഉരുകിയിരിക്കുകയാണ്. മെഴുക് എത്രത്തോളം ഉരുകുന്നുവോ അതിനനുസരിച്ച് അത് പ്യൂരിഫൈഡ് ആകുന്നുണ്ട്, അതിൻ്റെ തിളക്കം കൂടുന്നുണ്ട്. അതിൽ ചില പ്രത്യേകമായ സംഗതികൾ ചേർക്കുമ്പോഴാണ്, പൊടിപടലങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ കളർ മാറുന്നത്. ചിലപ്പോൾ കറുപ്പ് കളറോ മറ്റോ വരുന്നത്. ചില കളർ ഇടുമ്പോഴാണ് അത് മഞ്ഞ നിറമോ പച്ച നിറമോ ആയി മാറ്റപ്പെടുന്നത്. അതേസമയം പ്യുവറായിട്ടുള്ള മെഴുകി ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു ജലാംശമുണ്ട്. അതിൽ ജലാംശം മാത്രമല്ല, അതിലെ ജലാംശമൊക്കെ അതിൽ നിന്ന് മാറ്റപ്പെടും, വേപ്രൈസ്ഡായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ജലരൂപത്തിലാണെങ്കിലും ജലാംശം ഉരുകുന്തോറും മാറ്റപ്പെടും. ചില ഉരുക്കലുകളൊക്കെ അതിനു വേണ്ടിയാണ് പ്രിയമുള്ളവർ. ഉരുക്കഴിക്കണം, ചിലതൊക്കെ നന്നായി ചൂടാക്കണം, നന്നായി രൂപപ്പെടുത്തണം. അത് ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. വെള്ളം ചൂടാക്കുന്നത് പോലെ മെഴുക് ചൂടാക്കാൻ പറ്റത്തില്ല. മെഴുക് പ്രത്യേകിച്ച് കണ്ടെയ്നറുകളിൽ വെച്ചുരുക്കും. ചിലപ്പോൾ മെഴുകുരുകുന്നത് പ്രകാശം കൊടുക്കാൻ, ഒരു മെഴുകുതിരി കത്തി ഉരുകുന്നത് തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ അത് കത്തി എരിഞ്ഞ് പ്രകാശം കൊടുക്കാൻ വേണ്ടിയാണ്, വെളിച്ചം കൊടുക്കാൻ വേണ്ടിയാണ്. കത്തുംതോറും അത് താണു വരും. അതേ പ്രിയമുള്ളവരെ, ഹൃദയം മെഴുകുപോലെ ഉരുകുക എന്ന് വെച്ചാൽ ഹൃദയത്തിൽ ചൂട് പിടിക്കുന്നുണ്ട്, ധ്യാനത്തിങ്കിൽ തീ കത്തുന്നുണ്ട്.
അസ്വസ്ഥതകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും, വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഹൃദയം മുരുകിക്കൊണ്ടിരിക്കുകയാണ്. ഘനീഭവിച്ചിരിക്കുന്ന നമ്മളുടെ മനസ്സിന് ചിലപ്പോൾ അത് നല്ലതാണ്. ചില മേഖലകളിലൊക്കെ മെഴുകൊക്കെ ഉരുകി വീണ് വെറുതെ കിടപ്പുണ്ട്. അത് ചുരണ്ടിയെടുക്കണം. വെറുതെ പാഴായി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ദേവാലയങ്ങളിലും കുരിശടികളിലും മറ്റും കത്തിച്ചു വെച്ച മെഴുക് അത് കുറേ കഴിയുമ്പോഴത്തേക്ക് വെറുതെ അത് കട്ടിപിടിച്ച് അവിടെ കിടക്കുക, രൂപഭംഗിയൊന്നുമില്ലാതെ പാഴായിട്ട് കിടക്കുക. അത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ, കണ്ടെയ്നറിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അതിനെ വീണ്ടും രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അത് മാലാകമാരുടെ രൂപത്തിലോ ചില വസ്തുക്കളുടെ രൂപത്തിലോ മെഴുകുതിരി രൂപത്തിലോ ഒക്കെ ആക്കി മാറ്റിയെടുക്കാം. ആ ഭാഗം അത്രയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലും ഹൃദയങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ ഉരുകി കട്ട പിടിച്ച് കിടപ്പുണ്ട്. അവിടെയും ഇവിടെയൊക്കെ വീണ് കിടപ്പുണ്ട്. പ്രതികാരത്തിൻ്റെ ഉരുക്കലുണ്ടായിട്ടുണ്ട്, വേദനകളുടെ ഒരുക്കങ്ങളുണ്ടായിട്ടുണ്ട്, കഷ്ടപ്പാടിൻ്റെ ഒരുക്കങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുക. അതൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ഹൃദയത്തെ കഠിനമായ ചൂടുകൊണ്ട് ഉരുകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മെഴുകുപോലെയായി അതുള്ളിൽ ഉരുകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾക്കും അതൊരു സാക്ഷ്യമാകണം. എൻ്റെ മുൻപാകെ നിൽക്കുന്ന പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, അല്ലയോ മകനെ മകളെ, നിങ്ങളുടെ ഹൃദയം മാത്രമല്ല, ഞാനും വെള്ളം പോലെ ഒഴുകപ്പെട്ടവനാണ്. അസ്ഥികളൊക്കെ ബന്ധം വിട്ടവനാണ്. മെഴുകുപോലെ ഹൃദയം ഉരുക്കപ്പെട്ടവനാണ്. അതെൻ്റെ ഹൃദയത്തിൽ ഉരുകിപ്പോയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്. അതൊക്കെ പറയുന്നത് ഒരു നശീകരണ ശക്തിയോടല്ല. നീയും ഞാനും ഇനിയും ഉരുകണം. നീ ഞാനും ഇനിയും വെളിച്ചത്തിലേക്ക് വരണം. കിഴക്കമ്പലം ദേറായിലെ സിസ്റ്റർ ദീനായുടെ 4 വരി ഗാനം, കല്ലുപോലുള്ളതാമെൻ ഹൃദയം നല്ല മെഴുതിരിയാക്കുനാഥ, ഭക്തിതൻ നാളം അതിലുയർന്ന് കത്തിയെന്നുള്ളം ഉരുകിടട്ടെ. ഭക്തിതൻ നാളം അതിലുയർന്നു കത്തിയെന്നുള്ളം ഉരുകിടട്ടെ. ഉരുക്കപ്പെടുമ്പോഴും പ്രിയമുള്ളവരെ, മെഴുകുപോലെ ഉരുകുമ്പോഴും അതിലൊരു നാളം വേണം, ഭക്തിയുടെ ഒരു നാളം വേണം. നമ്മൾ ഉരുക്കപ്പെടുമ്പോഴും മെഴുകുരുകുമ്പോഴും മെഴുകിനറിയുന്നില്ല എന്തിനാണ് ഉരുകുന്നതെന്ന്. അതിലൊരു ഭക്തിയുടെ നാളം വേണം. ആ ഭക്തിയുടെ നാളം അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൂടെ വെളിച്ചം വരും. അത് അന്ധകാരത്തെ പ്രകാശിപ്പിക്കും. വിശുദ്ധിയുടെ നിറവിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഒരു പ്രേരണ അതിലൂടെ ലഭിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. വീണ്ടും ആ വാചകം നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ ഉള്ളിൽ അതുരുകിയിരിക്കുന്നു. ഈ മെഴുക് ഉരുകി കയ്യിലേക്ക് വീണാൽ ആ ഉരുകുന്ന ഭാഗം പൊള്ളിപ്പോകും. ചൂടുകൂടിയ മെഴുകിലേക്ക് നമ്മൾ തൊട്ടാൽ ഉരുകിപ്പോകും. നമുക്കൂടെ പ്രതിസന്ധി ഉണ്ടാകും. നമ്മുടെ ശരീരഭാഗങ്ങളിൽ അത് വീണാൽ അത് വലിച്ചു കളയാനും ബുദ്ധിമുട്ടാണ്. ചില വസ്തുക്കളിൽ അത് വീണാൽ അതും ബുദ്ധിമുട്ടാണ്. സഹോദരങ്ങളെ, നൊമ്പരപ്പെട്ടവരെ, മെഴുകുപോലെ മനസ്സ് ഉരുകി ചൂട് പിടിച്ചിരിക്കുന്നവരെ നൊമ്പരപ്പെടുത്താൻ പോകരുത്. കാരണം അവർ ഒരു വലിയ പണിശാല പോലെ ആയിരിക്കുകയാണ്. അവർ കഷ്ടപ്പെട്ടാലും ഏതൊക്കെയോ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കുമുള്ള ഒരു പണിശാലയാണവർ. നമ്മളവരെ പരിഹസിക്കുവാനും
നമ്മളുടെ ഇഷ്ടത്തിനടുത്ത് ചലിപ്പിക്കുവാനും പോയാൽ അത് പ്രതിസന്ധിയാണ്. നമ്മളുടെ കയ്യിലേക്ക് അത് വീണാൽ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണുനീരിൻ്റെ വെള്ളവും തകർന്ന ഹൃദയത്തിൻ്റെ രക്തത്തിൻ്റെ മണമുള്ള മെഴുകുപോലെ ഉരുകപ്പെട്ടവരുമായിരിക്കുന്ന അനേകം പേര് നമ്മളുടെ ഇടയിലുണ്ട്. അത്തരക്കാരെ അപഹസിക്കാതെ, പരിഹസിക്കാതെ, ഒറ്റപ്പെടുത്താതെ, അവരെ ശപിക്കാതെ, ചൂടുപിടിച്ച ഫർണസ് പോലെ ഉരുകിമറിയുന്ന അത്തരം ഹൃദയങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തണുപ്പ് കിട്ടണം. മെഴുക് രൂപപ്പെടുത്തിയെടുത്താലും വെള്ളത്തിലിടുന്ന ഒരു പ്രോസസ്സുണ്ട്. അങ്ങനെയൊരു എത്രമാത്രം ഉരുകിയിരിക്കുന്നവർക്കും ആശ്വാസത്തിൻ്റെ കരങ്ങൾ നമുക്ക് നീട്ടാം. സ്നേഹസ്വരൂപനായ കർത്താവിനെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മളുടെ ഹൃദയം ഉരുകി മറിയുമ്പോഴും വെള്ളം പോലെ ഒഴുക്കപ്പെടുമ്പോഴും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, ഞാൻ മെഴുകുപോലെ ഉരുക്കപ്പെട്ടാലും അതികഠിനമായ ചൂടുണ്ടെങ്കിലും അതിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശമാനമാകുന്ന ഒരു അവസരം സൃഷ്ടിക്കപ്പെടണം. വെള്ളം പോലെ ഒഴുക്കപ്പെട്ടാലും അനേകർക്ക് ജീവനായും ജലസേചനത്തിനായും ശുദ്ധജലമായും ഞാൻ മാറ്റപ്പെടണം. ലോകം എന്നെ ഏത് രീതിയിൽ വിപരീതമായി ഉപയോഗിച്ചാലും ആ അനുഭവത്തിൻ്റെ നിറവോടെ പൂർണ്ണമായി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.